Welcome to Skylark Videos. വർക്കല ബീച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമ്മളെല്ലാവരും ധാരാളം തവണ കണ്ടിട്ടുള്ളതാണ്. സാധാരണ എല്ലാവരും ക്ലിഫ് ഏരിയയിലെ ബീച്ചും അവിടുത്തെ മ്യൂസിക്കും സീ ഫുഡും ഒക്കെ എൻജോയ് ചെയ്ത് സമയം ചിലവഴിക്കുന്നത് അവിടെയൊക്കെ തന്നെയാണ്. അല്ലേ, തിരക്കിൽ നിന്നൊഴിഞ്ഞ് അല്പം പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളതും അതിമനോഹരവുമായ ഇടവ ബീച്ചാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. മറൈൻ ബീച്ച് റിസോർട്ട്സ് ആൻഡ് സ്പാ ഇടവ ബീച്ചിലെ നല്ല നിലവാരമുള്ള ഒരു റിസോർട്ടാണ്. അതിമനോഹരമായ ഒരു ബീച്ചാണുള്ളത്. കൂടാതെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായ ഒരു ഗാർഡനും ഒരുക്കിയിട്ടുണ്ട്. വൃത്തിയുള്ള റൂംസ്, ടോയ്ലറ്റ്സ്, നല്ല ഭക്ഷണം, മറ്റെല്ലാം നമുക്കവിടുന്ന് ലഭിക്കും. ക്ലിഫിലെ റിസോർട്ടുകളിലെ റേറ്റുകളൊക്കെ തന്നെ ആയുള്ളൂ എങ്കിലും ഇവിടുത്തെ അനുഭവം വ്യത്യസ്തമായിരുന്നു. സ്റ്റാഫിൻ്റെ നല്ല സഹകരണവും നല്ല കെയറും ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിരുന്നു. കുറച്ചു നേരം ഇനി ബീച്ചൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഫിഷിംഗ് ബോട്ടുകളാണ് ഈ കരയ്ക്ക് കയറ്റി വച്ചിരിക്കുന്നതെല്ലാം. ഇനി ക്ലിഫിലെ വിശേഷങ്ങളിലോട്ട് നോക്കുന്നു പോവാം. സന്ധ്യയോടെയാണ് ക്ലിഫ് ഉണരുന്നത്. പകലൊക്കെ അതുവഴി നടന്നാൽ ആരെയും തന്നെ കാണാനില്ല. ക്ലിഫിലെത്തുന്ന സഞ്ചാരികളിൽ നല്ലൊരു ശതമാനവും വിദേശികളാണ്. അവർ ക്ലിഫിലെ സംഗീതവും സീ ഫുഡും ഒക്കെ ആസ്വദിച്ച് ദിവസങ്ങളോളം അവിടെ ചെലവിടാറുണ്ട്. നോർത്ത് ഇന്ത്യൻസും ധാരാളമായി വർക്കലയിലെത്താറുണ്ട്.
വർക്കലെ മിനി ഗോവ എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഗോവയിലെ ബീച്ചുകളെക്കാളും വളരെ വൃത്തിയുള്ള ബീച്ചുകളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ഗോവ ബീച്ചുകളിലേക്കൊക്കെ പോകാറുണ്ട്. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. കാപ്പിൽ ബീച്ച്. ഇടവ ബീച്ചിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ് കാപ്പിൽ ബീച്ച്. ഇതും വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, റോഡിൻ്റെ ഒരു വശത്ത് കടൽ, മറുവശത്ത് കായൽ. ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. അതുമാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിരുകൂടിയാണ് കാപ്പിൽ ബീച്ചിലുള്ള പാലം. കടലിൻ്റെ സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവും കായലും കടലും. ഇത് കായലിൻ്റെ സൈഡ്. വർക്കലയിൽ ഒരു ദിവസം ചിലവഴിച്ച ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം സൈഡിലാണുള്ളത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയായി. ഇത് ഞങ്ങളുടെ ഒരു ആദ്യ സംരംഭമാണ്. ഇനി പുതിയ സ്ഥലങ്ങളിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കാണണമെന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.